വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി പോകുന്ന കുട്ടികൾക്കുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മുൻവർഷം നടന്നിട്ടുള്ള ഒരു റെയിൽവേയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. അതിലൊരു 30 ക്വസ്റ്റ്യൻ മാത്സ് ആണ്. ആ മാത്സ് ഒഴിച്ച് ബാക്കി 70 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ വായിക്കുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യന് ഡിലീറ്റഡ് ആണ്. അപ്പൊ 69 ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത്, എനിക്ക് ഏതൊക്കെയാണ് അറിയാത്തത്, അല്ലെങ്കിൽ അറിയണത് ഏതൊക്കെയാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി കുറച്ച് സമയത്തിനുള്ളിൽ ഭംഗിയായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പാണ് ഈ 2025 തന്നെ നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റും എന്നുള്ളത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ മറ്റ് ഏത് എക്സാമുകളെ അപേക്ഷിച്ച് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റും ഒരു കാര്യം. രണ്ടാമത് 36 വയസ്സ് വരെയുള്ളവർക്ക് എഴുതാൻ പറ്റും. മൂന്നാമത് മലയാളത്തിലാണ് പരീക്ഷ. ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി മലയാളത്തിലാണ് വരുന്നത്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമറോ ഒന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മലയാളം അല്ലെങ്കിൽ ഗ്രാമർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ജികെയും മാത്സും മാത്രമുള്ളതാണ്. അതും കേരള ഹിസ്റ്ററി, കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പഠിക്കേണ്ടത്. ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി, പിന്നെ പ്ലസ് കുറച്ച് സയൻസ്, കറണ്ട് അഫയേഴ്സ്, അസ്ട്രോണമി തുടങ്ങിയ ജോഗ്രഫി തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്സ് ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല, അതും ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള പഠനമൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പൊ അത് പഠിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിലോ വീട്ടിലോ ആയിട്ട് എന്റെ ജീവിതം ഒതുക്കി തീർക്കണോ, അല്ലെങ്കിൽ എനിക്കൊരു ഗവൺമെന്റ് ജോലി വേണം, അതൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലി വേണം, 30,000-ലധികം സാലറി നേടുന്ന ഒരു ജോലി വേണം, നിങ്ങൾ തീരുമാനിക്കുക. അത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞ് അതിന്റെ ആൻസർ പറയുമ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഇതുവരെ പഠിക്കാത്ത കുട്ടികളാണ്, ഞങ്ങൾ ആദ്യമായിട്ട് പഠിക്കണം, നിങ്ങളും ഒട്ടും പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്കും നേടാൻ പറ്റും. ഒരു 2-3 മാസം ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ മതി. ഞാൻ പറയും ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ ഒന്നും പഠിക്കാത്ത കുട്ടികൾ 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ ഇരുന്നാൽ മതി. പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ഒരു ദിവസം ഇതിനു വേണ്ടി ഭംഗിയായിട്ട് നീക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി നേടാൻ തന്നെ സാധിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവര് പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്സ് ആണ്, അത് ഞാൻ വിടുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണെന്ന ചോദ്യം. ഓപ്ഷൻ തന്നിട്ട് ഗോവയാണോ, കാശ്മീരാണോ, പഞ്ചാബാണോ, തെലങ്കാനയാണോ? അറിയാലോ നിങ്ങൾക്ക്, ഗോവയാണ് ഏറ്റവും ചെറിയ ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ തന്നേക്കണു ഗാന്ധിജി, ആനി ബസന്റ്, WC ബാനർജി, A.O. ഹ്യൂം. ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്? A.O. ഹ്യൂം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആദ്യം ചോദിച്ചു ഇന്ത്യ ഫാക്ട്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം. രണ്ടാമത് ഇന്ത്യൻ ഹിസ്റ്ററി, അത് മോഡേൺ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യം. അടുത്ത ചോദ്യം നോക്കൂ. അതായത് വീനസ് പൂർണ്ണമായും മേഘത്താൽ മൂടിയിരിക്കുന്നു എന്ന് ആദ്യമായിട്ട് ഊഹിച്ചത് ആരാണ്? അപ്പൊ വീനസ് ആണ് ചോദ്യം. അപ്പൊ വീനസ് ആണെന്നുള്ളത് കൊണ്ട് അസ്ട്രോണമി നിങ്ങൾ പഠിക്കണം എന്ന് മനസ്സിലാക്കുക. എന്താണ് അതിന്റെ ആൻസർ? 4 ഓപ്ഷൻ, കോപ്പർനിക്കസും അങ്ങനെ ഓരോരുത്തരൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ ആൻസർ മാത്രം ഓർത്തു വെക്കുക. ആരാണ് ആൻസർ എന്ന് വെച്ചാൽ മൈഗാൽ ലോമോനോസോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് വീനസ് പൂർണ്ണമായും മേഘത്താൽ മൂടിയിരിക്കുന്നു എന്ന് ആദ്യമായി കണ്ടുപിടിച്ചത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാത്സ് ആണ്, അത് വേണ്ട. ആറാമത്തെ ചോദ്യം നമുക്ക് പഠിക്കാം. ഗോപാൽപൂർ എന്ന് പറയുന്ന ഒരു ബീച്ച് ഉണ്ട്, അത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് കാണപ്പെടുന്നു എന്നാണ് ചോദ്യം. ഒഡീഷ, കേരളം, ഗുജറാത്ത്, തമിഴ്നാട്. ഒഡീഷയിലാണ് ഗോപാൽപൂർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ മാത്സ് ആണ്, അത് വിടാണ്. എയ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. റെഡ് ഫോർട്ട് ആരാ നിർമ്മിച്ചേ എന്നാണ് ചോദ്യം. ആരാ റെഡ് ഫോർട്ട് നിർമ്മിച്ചേ? അലാവുദ്ദീൻ ഖിൽജിയാണോ, ഷാജഹാൻ ആണോ, ഷേർഷയാണോ, ഔറംഗസീബ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ആരാണ്? ഷാജഹാൻ ആണ് അല്ലെ. അപ്പൊ മെഡീവൽ ഇന്ത്യയും നിങ്ങൾ പഠിക്കണം എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം 9th വൺ. തുരുമ്പ് പിടിക്കാൻ തുരുമ്പ് പിടിക്കാണ്ടിരിക്കാൻ ഇരുമ്പില് നമ്മൾ നാഗം പൂശും. ആ പ്രക്രിയക്ക് എന്ത് പേരാ വിളിക്കണേന്നാ ചോദിക്കണേ. പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സുകളിൽ, സ്കൂളിൽ പഠിക്കുമ്പോൾ. എന്താണ്? ഗാൽവനൈസേഷൻ എന്നാണ് ആ പ്രോസസ്സിന്റെ പേര്. ഇപ്പൊ മോഡിഫിക്കേഷൻ, അലോയി, റേഡിയേഷൻ, ഗാൽവനൈസേഷൻ ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഗാൽവനൈസേഷൻ ആണ് ആൻസർ. അടുത്ത ചോദ്യം 10th വൺ ഏതാണെന്ന് അറിയോ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടെന്നീസ് കളിക്കാരൻ അല്ലാത്തത് ആരെന്നാണ് ചോദിക്കണേ. അപ്പോ മാർട്ടിന നവാത്രിലോവ, സ്റ്റെഫി ഗ്രാഫ്, സെറീന വില്യംസ്, റിക്കി പോണ്ടിങ്, അവരൊക്കെയാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. അതിൽ ആരാണ് ആൻസർ? റിക്കി പോണ്ടിങ് ആണ് അല്ലെ. അദ്ദേഹം ടെന്നീസ് കളിക്കാരൻ അല്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അടുത്തത്
11ാമത്തെ ചോദ്യം നോക്കുക. ഒരു വിശേഷ തരത്തിലുള്ള ഡാഷ് എന്ന് വിളിക്കുന്ന കാർബോഹൈഡ്രേറ്റാൽ സമൃദ്ധമാകണം ഗ്രാസ്. ഇത് ഏതൊരു അയവിറക്കുന്ന മൃഗത്തിനും ദഹനയോഗ്യമാണ്. അപ്പൊ ഒരു അയവിറക്കുന്ന മൃഗങ്ങൾ ഉണ്ടല്ലോ, അവർക്ക് ദഹനം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നന്നായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഗ്രാസ് വേണം. അപ്പൊ ഏത് ഗ്രാസാ വേണ്ടേന്നാണ് ചോദിക്കുന്നത്. എന്ത് കാർബോഹൈഡ്രേറ്റാൽ നിർമ്മിതമായിട്ടുള്ള ഗ്രാസ് ആയിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം സെല്ലുലോസ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അടുത്ത നോക്കൂ, അസ്ട്രോണമിയുടെ വീണ്ടും ഒരു ചോദ്യമാണ്. 12th ക്വസ്റ്റ്യൻ. യുറാനസ് ഗ്രഹം കണ്ടുപിടിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. ടോളമി ആണോ, വില്യം ഹെർഷൽ ആണോ, കോപ്പർനിക്കസ് ആണോ, ന്യൂട്ടൺ ആണോ എന്നൊക്കെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ആരാണ് യുറാനസ് കണ്ടുപിടിച്ചത്? വില്യം ഹെർഷൽ ആണ് യുറാനസ് കണ്ടുപിടിച്ചത് എന്ന് മനസ്സിലാക്കാം. അടുത്തത് 13th വൺ. PRIC ഏതാണ്? ബ്രിക്ക് അല്ലെ. PRIC എന്ന് പറഞ്ഞ ബ്രിക്ക് ആണ്. ഈ ബ്രിക്ക് രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ തോതില് പെർ ക്യാപിറ്റ DGP ഏത് രാജ്യത്തിനാണ് എന്നാണ് ചോദിച്ചിരിക്കണേ. ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്. ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ. ആർക്കാണ്? ഇന്ത്യക്കാണ് ഏറ്റവും കുറവ് പെർ ക്യാപിറ്റ DGP ഉള്ളത് എന്ന് മനസ്സിലാക്കാം. 14th ക്വസ്റ്റ്യൻ ഒരു എന്താ പറയുന്ന അനുപാതം 3:6:12 എന്നൊക്കെ പറഞ്ഞിട്ട് അനുപാതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ വിടുകയാണ്. അടുത്ത ചോദ്യം എന്താ വെച്ചാൽ ഹാരി പോർട്ടർ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ആ ഹാരി പോർട്ടറിലെ ആദ്യത്തെ ബുക്ക് ഏതാന്നാ ചോദിച്ചേക്കണേ. ഹാരി പോർട്ടറിലെ ആദ്യത്തെ ബുക്ക് ഞാൻ ഏതായാലും ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ പറയണില്ല, ഉത്തരം തന്നെ പറയാം. ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ. ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്നുള്ളതാണ് ഹാരി പോർട്ടറിലെ ആദ്യത്തെ ബുക്ക്. ക്ലിയർ ആയല്ലോ. 16th ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് എന്താ അറിയോ? ഹിറ്റ്ലർ എങ്ങനെയാ മരിച്ചെന്നാ. ഹിറ്റ്ലറുടെ മരണ കാരണം ഡാഷ് ആണ്. ഹാങ്ങിങ് ആണോ, ക്യാൻസർ ആണോ, ഇംപ്രിസൺമെന്റ് ആണോ, സൂയിസൈഡ് ആണോ എന്ന് ചോദിച്ചേക്കണു. ഏതാണ്? സൂയിസൈഡ് ആണ്. ഹിറ്റ്ലർ സൂയിസൈഡ് ആയിട്ടാണ് മരിക്കുന്നത്. സൂയിസൈഡ് ചെയ്തിട്ടാണ് മരിക്കുന്നത്. 17th വൺ ഒരു ഏജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പോ അടുത്തത് 18th ക്വസ്റ്റ്യൻ നോക്കാം. ടിപ്പു സുൽത്താൻ എവിടുത്തെ രാജാവായിരുന്നു? ടിപ്പു സുൽത്താൻ ഡാഷിലെ രാജാവാണ്. ബംഗാള്, ഡൽഹി, ഹൈദരാബാദ്, മൈസൂർ. അപ്പൊ മൈസൂർ പാലസ്, ടിപ്പു സുൽത്താന്റെ പാലസിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അറിയാലോ മൈസൂരിലെ രാജാവായിരുന്നു എന്നുള്ളത് അല്ലെ. അടുത്തത് 19ാമത്തെ ചോദ്യം ഇതാണ്. മഴവെള്ളം ഒരു തരത്തിലുള്ള ഡാഷ് വെള്ളം. മഴവെള്ളം എന്ത് വെള്ളം എന്നാ ചോദിച്ചേക്കണേ. സലൈൻ വാട്ടർ ആണോ, അമേറ്റഡ് വാട്ടർ ആണോ, ഡിസ്റ്റിൽഡ് വാട്ടർ ആണോ, സാച്ചുറേറ്റഡ് വാട്ടർ ആണോ? എങ്ങനെയുള്ള വാട്ടർ ആണ്? എങ്ങനെയാണ്? അമേറ്റഡ് വാട്ടർ ആണ്. മഴവെള്ളം ഒരു അമേറ്റഡ് വാട്ടർ ആണ്. അപ്പൊ സയൻസ് പ്രധാനമാണ് അല്ലെ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഭാരതത്തില് ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് അടുത്ത ചോദ്യം. നിങ്ങൾക്ക് ഞാൻ ഓപ്ഷൻ പറയാതെ തന്നെ ആൻസർ അറിയുണ്ടാവും. ഓപ്ഷൻസ് തരാം. വെസ്റ്റ് ബംഗാൾ, കേരളം, ബീഹാർ, ഉത്തർപ്രദേശ്. ഏതാണ്? വെസ്റ്റ് ബംഗാൾ ആണ് അല്ലെ. അടുത്ത നോക്കുക. 21th ക്വസ്റ്റ്യൻ ആണ്. ഏത് ജലനിരപ്പിലേക്കാണ് നർമ്മദ നദി ഒഴുകിയെത്തുന്നത്? അപ്പൊ നദികൾ പഠിക്കണം നമ്മള്. ചെങ്കടലിലേക്കാണോ, അറബിക്കടലിലേക്കാണോ, ബംഗാൾ ഉൾക്കടലിലേക്കാണോ, ഹിന്ദു മഹാസമുദ്രത്തിലേക്കാണോ എത്തണത് എന്നാ ചോദിക്കണേ. അറബിക്കടലിലേക്കാണ് എത്തണത് എന്ന് ഓർത്തുവെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ക്യൂബയുടെ തലസ്ഥാനം ഏത് എന്നുള്ളതാണ്. ഏതാണ് ക്യൂബയുടെ തലസ്ഥാനം? ഹവാന. ക്യൂബയുടെ തലസ്ഥാനം ഏതാണ്? ഹവാന. അടുത്ത ചോദ്യം, ആനുപാതിക പ്രാതിനിധ്യ പ്രക്രിയ, അതായത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ. അത് ആരുടെ തെരഞ്ഞെടുപ്പിനായിട്ട് സ്വീകരിക്കുന്ന പ്രക്രിയയാണ്? ഗവർണർ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, പ്രസിഡന്റ്. 4 ഓപ്ഷൻ തന്നേക്കാണ്. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ അഥവാ ആനുപാതിക പ്രാതിനിധ്യ പ്രക്രിയ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അടുത്തത് 24th ക്വസ്റ്റ്യൻ കേൾക്കുക. ഇന്ത്യ നിർമ്മിച്ച മിസൈലുകളുടെ പേര് ഇവയിൽ ഏതാണ്? 4 ഓപ്ഷൻ തന്നേക്കാണ് കേട്ടോ. വിവിയൻ, ഉഷ, രാജു, തൃശൂർ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓപ്ഷൻ ഏത് ആൻസർ എന്ന്? ഇന്ത്യ നിർമ്മിച്ച മിസൈൽ ഏതാണ്? താഴെ പറയുന്നവയിൽ തൃശൂരാണ് അല്ലെ. ഇനി അടുത്തത് 25th ക്വസ്റ്റ്യൻ നോക്കിയേ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ എല്ല് ഏതാന്നാ ചോദിച്ചാണ്. നട്ടെല്ലാണോ, കാൽവെള്ളയിലെ എല്ലാണോ, മണിബന്ധത്തിലെ അസ്ഥിയാണോ, തുടയെല്ലാണോ? അങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഏതാണ്? ഡി ആണ്, തുടയെല്ലാണ്. അടുത്തത്, ഇന്ത്യയുടെ താഴെ നൽകിയിരിക്കുന്ന മേഖലകളിലാണ് എന്ത് ടൈഡൽ ഏത് മേഖലയിലാണ് ടൈഡൽ പവറിന്റെ സംഭാവ്യതയുള്ളത്? അതായത് ടൈഡൽ പവർ എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റിൽ നിന്നും എന്താ പറയുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. താഴെ പറയുന്ന ഏത് മേഖലയിലാണ് കൂടുതൽ സാധ്യത കാണുന്നത്? ഗൾഫ് ഓഫ് കമ്പത്തിലാണോ, ഗൾഫ് ഓഫ് മാന്നാറിലാണോ, പാക് സ്ട്രേറ്റിലാണോ, കേരള കോസ്റ്റൽ തീരത്താണോ? ഗൾഫ് ഓഫ് കമ്പത്താണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യ ഒക്കെ പഠിക്കുമ്പോൾ ഗൾഫ് ഓഫ് കമ്പത്ത് പഠിക്കുന്നതാണ്.
അടുത്തത് നമ്മുടെ നാട്ടില് 27th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ നാട്ടില് തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റ് എപ്പോഴാ അടിക്കണേന്നാ ചോദിക്കണേ. ജനുവരി മുതൽ ഫെബ്രുവരി വരെ, മാർച്ച് മുതൽ ജൂൺ വരെ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, ഒക്ടോബർ മുതൽ ഡിസംബർ വരെ, അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തേക്കണത്. എവിടെയാന്നാ ചോദിക്കുന്നത്. എവിടെ തൊട്ട് എവിടം വരെയാണ്? അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണെന്ന് ഓർക്കുക. ഇനി 28th ക്വസ്റ്റ്യൻ ഏതാണ്? 28th ക്വസ്റ്റ്യൻ ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് വിടാം. 29th മാത്സ് ആണ്. 30th നോക്കാം. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണം തങ്ങിയിരിക്കുന്ന സമയം. ഏത് സമയത്താണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണം തങ്ങിയിരിക്കുക? അണ്ടോൽപാദന സമയത്താണോ, യൗവന ആരംഭത്തിലാണോ, ഗർഭധാരണ സമയത്താണോ, ഇളം പ്രായത്തിലാണോ? എപ്പോഴായിരിക്കും ഭ്രൂണം ഉണ്ടാവുക? ഗർഭധാരണ സമയത്താണ് കേട്ടോ. ഇനി അടുത്തത് 31. ഞാൻ ഓപ്ഷൻ പറയാതെ തന്നെ നിങ്ങൾ ആൻസർ പറയും. ടെലിഫോൺ ആരാ കണ്ടുപിടിച്ചേ? ആരാണ് കണ്ടുപിടിച്ചത്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ് കണ്ടുപിടിച്ചത്. ഇനി അടുത്ത 32ാമത്തെ ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ വിട്ടു. 33ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ ഏറ്റവും അധികം കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാന്നാ ചോദിക്കണം. യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ ജർമ്മനിയാണ് കേട്ടോ. വളരെ പ്രധാനമാണ് യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? അതായത് വേൾഡ് പഠിക്കുമ്പോൾ ഭൂഖണ്ഡങ്ങളും കൂടെ പഠിക്കണം. അപ്പൊ അടുത്ത ദിവസം തൊട്ട് നമുക്ക് ഭൂഖണ്ഡങ്ങളൊക്കെ ക്ലാസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ 34ാമത്തെ ചോദ്യം പറയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് BRIC? നേരത്തെ നമ്മൾ ഇതിനോട് ചോദിച്ചതാ ബ്രിക്സിലെ അംഗമല്ലാത്തത് ആരാന്നാ ചോദിച്ചേക്കണേ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര സംഘടനകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം നമ്മള്. ഇപ്പൊ UNO പോലുള്ള സംഘടനകളൊക്കെ പഠിക്കണം. അപ്പൊ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, അതല്ലേ ബ്രിക്സിലെ അംഗം. അപ്പൊ ഇതിൽ ഓപ്ഷൻ കൊടുത്തേക്കണത് ഇന്ത്യ, റഷ്യ, സൊമാലിയ, ബ്രസീൽ എന്നാണ്. ഉത്തരം മനസ്സിലായില്ലേ? സൊമാലിയ ആണ് അല്ലെ. ഇനി 35th ക്വസ്റ്റ്യൻ നോക്കൂ. യൂണിയൻ മന്ത്രിമാരുണ്ടല്ലോ, അവര് നേരിട്ട് ചുമതലപ്പെട്ടിരിക്കുന്നത് ആരോടാണെന്നാ ചോദ്യം. പ്രസിഡന്റിനോടാണോ, പ്രധാനമന്ത്രിയോടാണോ, ലോക്സഭയോടാണോ? ഡി, ലോക്സഭയോടും രാജ്യസഭയോടുമാണോ? ഡി ആണ് ആൻസർ. ലോക്സഭയോടും രാജ്യസഭയോടും അവര് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കുന്നു. അടുത്തത് ലിയോ ടോൾസ്റ്റോയ്. 36th ക്വസ്റ്റ്യൻ. ലിയോ ടോൾസ്റ്റോയ് ഒരു ഡേഷ് എഴുത്തുകാരനാണ്. 36ാമത്തെ ചോദ്യമാണ്. എവിടുത്തുകാരനാണ്? ഇംഗ്ലീഷുകാരനാണോ, ഫ്രഞ്ചുകാരനാണോ, ചൈനക്കാരനാണോ, റഷ്യക്കാരനാണോ എന്ന് ചോദിക്കണേ. ലിയോ ടോൾസ്റ്റോയ് ഒരു റഷ്യക്കാരനാണ്. അപ്പൊ സാഹിത്യവും കലയും ഒക്കെ ഒന്ന് ഓർത്തു വെക്കണം അല്ലെ. 37th മാത്സ് ആണ്. 38th ഇതില് അനുപാതം, അംശബന്ധം കുറെ അധികം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കണം. ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രാജ്യത്താണെന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കുക. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ. ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. 40ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഭാരതത്തിലൂടെ കടന്നു പോകുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണോ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണോ, പ്രൈം മെറീഡിയൻ ആണോ, ഇക്വേറ്റർ ആണോ? അപ്പോ ജോഗ്രഫിയില് നമ്മൾ പഠിക്കുന്നതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് കേട്ടോ. അടുത്തത് 41ാമത്തെ ചോദ്യം ഏതാണ്? ഐനി അക്ബറി എഴുതിയത് ആരാണ്? അപ്പൊ നമ്മൾ മെഡീവൽ ഇന്ത്യയിലേക്ക് വീണ്ടും വരും. അപ്പൊ മെഡീവൽ ഇന്ത്യ പിന്നെയും ചോദിച്ചിട്ടുണ്ട്. ഐനി അക്ബറി എഴുതിയത് ആരാന്ന് ഞാൻ ഓപ്ഷൻ തരാട്ടോ. അക്ബർ ആണോ, ടോഡർമാൾ ആണോ, താൻസൻ ആണോ, അബ്ദുൽ ഫസൽ ആണോ? ആരാണ്? അബ്ദുൽ ഫസൽ ആണ് കേട്ടോ. ഇനി അടുത്തത് എന്താ പറയാ, ശതമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. മാത്സ് ആണ്. അപ്പൊ നമുക്ക് വിടാം. അടുത്ത 43 ക്വസ്റ്റ്യൻ നമ്പർ 43. പുറത്തുവിടുന്ന വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്, കാർബൺ ഡൈ ഓക്സൈഡ് അളക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലിന്റെ പേര് പറയാം. പുറത്തുവിടുന്ന വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്, കാർബൺ ഡൈ ഓക്സൈഡ് അളക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലിന്റെ പേര്. ലൈം ജ്യൂസ് ആണോ, ലൈം വാട്ടർ ആണോ, ലൈം സ്റ്റോൺ ആണോ, ക്വിക്ക് ലൈം ആണോ? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഉത്തരം ലൈം വാട്ടർ ആണ് കേട്ടോ. ഇനി 44ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ക്ലാസിക് ഭാഷ അല്ലാത്തതെന്ന്? തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി. ഹിന്ദി ക്ലാസിക് ഭാഷയല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഹിന്ദിയാണ് അല്ലെ. ഇനി അടുത്തത് 45ാമത്തെ പ്രൈം നമ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് വിടാം. 46ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളില് എന്താണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കണ ആരാണ്? നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ തന്നെ ആൻസർ പറയാൻ പറ്റില്ലേ? സ്റ്റേറ്റാ ചോദിക്കണമെന്ന് വെച്ചാൽ കേരളം പറയും നമ്മൾ അല്ലെ. ഇന്ത്യ, USA, UAE, സൗത്ത് ആഫ്രിക്ക. ആരാണ്? ഇന്ത്യ ആണ് അല്ലെ. ഇനി 47th ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. 48th ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഭക്ഷ്യയോഗ്യമായ എണ്ണ ഇന്ത്യയിൽ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്ന്? നിലക്കടല, സൂര്യകാന്തി, കടുക്, എള്ള്. ഏതിൽ നിന്നാണ്? കടുകിൽ നിന്നാണ് കേട്ടോ.
അതുപോലെ താഴെ കൊടുത്തിരിക്കുന്നവയില് ഈ ഒറ്റപ്പെട്ട ആളെ കണ്ടെത്താനാ പറഞ്ഞേക്കണേ. ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, ഔട്ട്ലുക്ക്, ഇന്ത്യൻ എക്സ്പ്രസ്. ഏതാണ് ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ആൻസർ ഔട്ട്ലുക്ക് ആണ് അല്ലെ. ഇനി 49 കഴിഞ്ഞാൽ 50ാമത്തെ ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയില് പ്രാചീന ഭാരതത്തിലെ സമൂഹത്തിലെ വർണ്ണം അല്ലാത്തത് ഏത്? നമ്മൾ കേട്ടിട്ടില്ലേ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, അങ്ങനെ 4 വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് ശൂദ്ര, വൈശ്യ, ക്ഷത്രിയ. അപ്പൊ ബ്രാഹ്മണരില്ല. പിന്നെ വൈശ്വിക എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വൈശ്വിക തെറ്റാണ് കേട്ടോ. അപ്പൊ വൈശ്വികാണ് ആൻസർ. ഇനി 51ാമത്തെ കൊടുത്തിരിക്കുന്നത് ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് വിടാം. 52ാമത്തെ ക്വസ്റ്റ്യൻ ഒരു സയൻസ് ആണ്. ഒരു മെറ്റലിന്റെ പ്രോപ്പർട്ടി ഒരു വയറിലേക്ക് ഡ്രോ ചെയ്യുന്നതിന് എന്ത് പേരിട്ട് വിളിക്കുന്നു? മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഡെൻസിറ്റി, അതുപോലെ തന്നെ സ്ട്രെങ്തിങ്. അങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ആൻസർ ഏതാണ്? ഡക്റ്റിലിറ്റി എന്നാണ്. ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സയൻസ് ബേസ് ഇല്ലാത്ത കുട്ടികൾക്ക് ഇതൊക്കെ നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഒരു പ്രാവശ്യം ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയുള്ളൂ കേട്ടോ. ഇനി അടുത്തത് 53, അതുപോലെ തന്നെ 54 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 55ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നെടുംതൂൺ ഏതാന്നാ ചോദിച്ചേക്കണം. നിർമ്മാണമാണോ, വ്യവസായമാണോ, പൊതുമേഖലയാണോ, കൃഷിയാണോ? ഏതാണ്? കൃഷിയാണ് അല്ലെ. ഇനി 56th, അതുപോലെ 56 തൊട്ട് 60 വരെയുള്ള ചോദ്യങ്ങള് മാത്സ് ആണ്. 61ാമത്തെ ചോദ്യം ആണ് സയൻസ്. 61ൽ ചോദിക്കണു വൃക്കകൾ ഒരു എന്ത് അവയവമാണ്? ഡാഷ് അവയവം. ദഹനപരമായ അവയവം, ചംക്രമണപരമായ അവയവം, അനുഭൂതിപരമായ അവയവം, വിസർജനപരമായ അവയവം. ഇതൊരു വിസർജന അവയവമാണ് വൃക്ക എന്ന് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ. അതുപോലെ തന്നെ അപ്പൊ അതാണ് ആൻസർ. ഇനി 62ാമത്തെ ചോദ്യം ഇന്ത്യ എന്ന പേര് എവിടുന്നാ വന്നേന്ന്? ദ ഹിന്ദ്, ആര്യൻ, വേദാസ്, ഇൻഡസ് നദി. എവിടുന്നാണ്? ഇൻഡസ് നദിയിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് വന്നത് എന്ന് പഠിക്കാം. 63ാമത്തെ ചോദ്യം റോബിൻ വില്യംസ് സുപ്രസിദ്ധനായ ഒരു ഡാഷ് ആണ്. എഴുത്തുകാരനാണോ, നടനാണോ, ഫിലോസഫർ ആണോ, ബിഷപ്പാണോ? ആരാണ്? നടനാണ് കേട്ടോ. 64ാമത്തെ ചോദ്യം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹാർട്ട് ആൻഡ് സോൾ ആയി ഏത് ആർട്ടിക്കിളിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്? ഏതാണ് ആർട്ടിക്കിള്? ആർട്ടിക്കിൾ 32 ആണ് കേട്ടോ. അടുത്തത് അതിൽ ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 32 അങ്ങനെ തന്നാണ്. ആർട്ടിക്കിൾ 32. 65ാമത്തെ ചോദ്യം വീണ്ടും മാത്സ് ആണ്. 66 മൃഗങ്ങളുടെ ഇടയിൽ ഏറ്റവും വേഗത കൂടിയ ജീവിച്ചിരിക്കുന്ന അംഗം ഏതാണ്? ചീറ്റ കേട്ടോ. ഏതാണ്? ചീറ്റ. അടുത്തത് 67ാമത്തെ ചോദ്യം പേഷ്വാ രാജവംശ സ്ഥാപകനായാണ്. അതായത് ഇപ്പൊ മറാത്ത വംശം, നമ്മൾ ശിവജിയുടെ വംശമൊക്കെ മെഡീവൽ ഇന്ത്യ പഠിക്കുമ്പോൾ ശിവജിയുടെ പ്രധാനമന്ത്രിയായിരുന്നു പേഷ്വാ. അഷ്ടപ്രധാനിലുള്ള ആൾക്കാരാണ്. അപ്പൊ ശിവജിയുടെ കാലശേഷമുള്ള ആൾക്കാരൊക്കെ നശിച്ചു പോകുമ്പോൾ, ക്ഷയിച്ചു പോകുമ്പോൾ പേഷ്വാ വംശത്തിലുള്ള ബാലാജി വിശ്വനാഥാണ് പേഷ്വാ വംശം സ്ഥാപിക്കുന്നത്. അപ്പൊ ബാലാജി വിശ്വനാഥ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാധവ് റാവു, ബാലാജി ബാജിറാവു, മേൽപ്പറഞ്ഞവരാരുമല്ല ബാലാജി വിശ്വനാഥ് എന്നൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാലാജി വിശ്വനാഥാണ് പേഷ്വാ വംശ സ്ഥാപകൻ എന്ന് ഓർക്കണം. ഇനി 68th ക്വസ്റ്റ്യൻ വീണ്ടും ഒരു മാത്സ് ആണ്. 69 ചോദിക്കുന്നത് ബ്രിട്ടീഷ് സർക്കാർ ഏത് വർഷത്തിലാണ് രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ആദ്യമായി ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന നിലയിൽ പ്രഖ്യാപിച്ചത് എന്നാ ചോദിക്കണത്. ഓപ്ഷൻ 1922, 1929, 1932, 1936. 36ലാണ് കേട്ടോ. 70ാമത്തെ ചോദ്യം ലാറ്റിൻ ഭാഷയിൽ ഡാഷ് എന്നർത്ഥമുള്ള അക്രെ എന്ന വാക്കിൽ നിന്നാണ് ആസിഡ് എന്ന പദം ഉണ്ടായത്. ഓപ്ഷൻ സ്വീറ്റ്, സോൾട്ടി, ന്യൂട്രൽ, സോർ. ആസിഡിന് പുളിപ്പ് രസമാണ് നമുക്കറിയാം. അപ്പോ സോർ ആണ് അതിന്റെ ആൻസർ. ഇനി 71ാമത്തെ ചോദ്യം നോക്കൂ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2014 ആരാ നേടിയെന്നാ ചോദിക്കണേ. അപ്പൊ 3 നമ്മൾ ഇവിടെ എന്ത് പഠിക്കുന്നു? അതായത് എന്ത് ചോദിക്കുന്നു? കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നു അല്ലെ. അപ്പോ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2014 നേടിയത് ഗുൽസാർ ആണ് എന്ന് ഓർത്തു വെക്കാം. ഇനി 72 ഡാഷുമാരുടെ ഭരണകാലത്താണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ആര് ഭരിക്കുമ്പോഴാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? ഗ്രീക്സ് ആണോ, റോമൻസ് ആണോ, അറബ്സ് ആണോ, പാസീസ് ആണോ? ആരാണ്? റോമൻസ് ആണെന്ന് ഓർക്കുക കേട്ടോ. അടുത്തത് 73ാമത്തെ ചോദ്യം ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ, അതായത് പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാൻ, ഇന്ത്യ, നോർവേ, മലേഷ്യ. ഏതാണ്? നോർവേ ആണ്. അടുത്തത് എക്സ് ബോക്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാ ചോദിക്കണേ. ഓപ്ഷൻ തരാം. സാറ്റലൈറ്റ്സ്, എയ്റോപ്ലെയിൻ, ഹെലികോപ്റ്റർ, വീഡിയോ ഗെയിം. എന്താണ്? വീഡിയോ ഗെയിം.
അടുത്തത് 75-ാമത്തെ ചോദ്യമാണ്. രണ്ട് യാത്രാ വിമാനങ്ങളുടെ ദുരന്തം ഏത് എയർലൈനാണ് സംഭവിച്ചതെന്നാ ചോദിക്കണേ. ജപ്പാൻ എയർലൈൻസിനാണോ, മലേഷ്യ എയർലൈൻസിനാണോ, സിംഗപ്പൂർ എയർലൈൻസിനാണോ, എയർ ഏഷ്യക്കാണോ? ഏതിനാണ്? മലേഷ്യൻ എയർലൈൻസിനാണ് സംഭവിച്ചത് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം, സ്വർണം ഒരു മഹത്തായ ധാതുവായി കണക്കാക്കാൻ എന്താണ് കാരണം? മൂല്യമേറിയത്, അപൂർവമായത്, റിയാക്ഷൻ ഇല്ലാത്തത്, റേഡിയോ ആക്റ്റീവ്. എന്താണ് കാരണം? റിയാക്ഷൻ ഇല്ലാത്തതാണ് കാരണം. അടുത്ത ചോദ്യം, 77-ാമത്തെ ചോദ്യം, സ്വിമ്മിംഗ് പൂളുകൾ ഡിസ്ഇൻഫെക്റ്റഡ് ചെയ്യാൻ ഏത് ഗ്യാസ് ഉപയോഗിക്കുന്നു? ഹൈഡ്രജൻ, നൈട്രജൻ, ക്ലോറിൻ, ഓക്സിജൻ. ഏതാ ഉപയോഗിക്കുക? ക്ലോറിൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി 78-ാമത്തെ വീണ്ടും ഒരു മാത്സ് ആണ്. 79-ാമത്തെ ചോദ്യം, കമ്പസ്റ്റൻ എന്നാൽ ഒരു കെമിക്കൽ പ്രക്രിയയാണ്. അതിൽ ഏത് ഇന്ധനം ഉപയോഗിക്കുന്നു? എന്താണ്? കമ്പസ്റ്റൻ എന്നാൽ ഒരു കെമിക്കൽ പ്രക്രിയയാണ്. അതിൽ ഉപയോഗിക്കുന്ന എന്താണ്? ഓക്സിഡൈസ്ഡ് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. എന്ത് ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഓക്സിഡൈസ്ഡ് ഇന്ധനം. ഇനി 80-ാമത്തെ ചോദ്യം, ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് ഏതാണ്? ഹീറ്റിന്റെ യൂണിറ്റ് ഏതാ? ജൂൾ ആണ്. അടുത്തത് 81-ാമത്തെ ചോദ്യം ഇതാണ്, റാബി വിള ഏത് മാസത്തിലാണ് കൃഷി ചെയ്യാന്നാ ചോദിക്കണത്. മാർച്ച് ആണോ, ജൂൺ ആണോ, സെപ്റ്റംബർ ആണോ, നവംബർ ആണോ? എപ്പോഴാണ് കൃഷി ചെയ്യുക? നവംബറിലാണ് കേട്ടോ. ഇനി ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചേക്കണു. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഏതാണ്? ഹെഡ്സ് ആണ്. ഓപ്ഷൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അടുത്ത ചോദ്യം, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഗ്രാമ്പൂ ചെടി ഡാഷിൽ നിന്ന് ലഭിക്കുന്നു. ഗ്രാമ്പൂ ചെടി കാണുമ്പോൾ തന്നെ നമുക്കറിയില്ല, ഒരു പൂമൊട്ടല്ലേ അത്. അപ്പൊ പൂമൊട്ടിൽ നിന്ന്, പൂമൊട്ടാണോ, വേരാണോ, തടിയാണോ, ഇലയാണോ എന്നൊക്കെയാ ചോദിക്കണം. പൂമൊട്ട്. ഇനി അടുത്ത് നോക്കുക, ഋഗ്വേദം. അപ്പൊ വീണ്ടും വീണ്ടും ഏൻഷ്യന്റ് ഇന്ത്യ ചോദിച്ചേക്കാണ്. അപ്പൊ ഏൻഷ്യന്റ് ഇന്ത്യ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം എന്നാണ് അതിനർത്ഥം. ഋഗ്വേദം ഈ ഡാഷ് യുഗത്തിലാണ് രചിച്ചത്. ഏത് യുഗത്തിലാണ്? അതായത് ഏൻഷ്യന്റ് ഇന്ത്യ, നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് വെങ്കല യുഗമാണെന്ന് പഠിക്കേണ്ടത്. അപ്പൊ വെങ്കല യുഗമാണെന്ന് ഓർക്കണം കേട്ടോ. അടുത്തത് 85-ാമത്തെ ചോദ്യം ഒരു മാത്സ് ആണ്. ഇനി 86 നോക്കാം. ശരീരത്തിലെ അസ്ഥികളിൽ ശരീരത്തിലെ സന്ധികളിൽ അസ്ഥികളെ ചേർത്ത് നിർത്തുന്നത് എന്താണ്? സ്നായുവാണോ, പേശികളാണോ, നാഡികളാണോ, അസ്ഥിബന്ധമാണോ? എന്താണ്? അസ്ഥിബന്ധമാണ്. അടുത്ത 87-ാമത്തെ ചോദ്യം, സൂപ്പർനോവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കറുത്ത സുഷിരമാണ്, ഒരു ഉൽക്കയാണ്, നശിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ്, നക്ഷത്രം പോലുള്ള ഒരു ചെറിയ ഗ്രഹമാണ്. എന്താണ്? നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൂപ്പർനോവ എന്ന് വിളിക്കുന്നത്. ഓർക്കണം കേട്ടോ. സമയം നോക്കാൻ 88-ാമത്തെ ചോദ്യം, സമയം നോക്കാൻ ഏറ്റവും കൃത്യമായ ഘടികാരം ഏതാണെന്നാ ചോദിക്കണേ. സൺഡയൽ ആണോ, ക്വാഡ്സ് ആണോ, പെൻഡുലം ക്ലോക്ക് ആണോ, ആറ്റോമിക് ക്ലോക്ക് ആണോ? ഏറ്റവും നല്ല ക്ലോക്ക് ഏതാ? ആറ്റോമിക് ക്ലോക്ക് ആണ് എന്ന് മനസ്സിലാക്കുക. 89-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കുത്തിവെപ്പ് കൊണ്ട് ഏറ്റവും അധികം പ്രതിരോധിക്കപ്പെടുന്നത്? കുഷ്ഠം, ക്ഷയം, ആർത്രൈറ്റിസ്, പോളിയോ. ഏതാണ്? ആർത്രൈറ്റിസും കുഷ്ഠവും ക്ഷയവും ഒന്നുമല്ല, പോളിയോ ആണ് കേട്ടോ. 90-ാമത്തെ ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. 91-ാമത്തെ ചോദ്യം നോക്കുക. ഡാഷിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിന്റെ വേഗം ഏറ്റവും കുറഞ്ഞതായിരിക്കും. പ്രകാശം കടന്നു പോകുന്നത് ഏറ്റവും കുറഞ്ഞ വേഗതയിൽ എങ്ങനെയാണെന്ന് കുറെ, അതായത് എന്താ പറയാ, ശൂന്യത, ഗ്ലാസ്, അങ്ങനെയൊക്കെ കുറെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് ആൻസർ? ഗ്ലാസ് ആണ് ആൻസർ കേട്ടോ. ഇനി അടുത്തത് 92-ാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ 92 മുതൽ 98 വരെയുള്ളത് എന്താന്നാ പറയുന്നത്? ഒക്കെ തന്നെ നമ്മുടെ മാത്സ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതില് 2 ക്വസ്റ്റ്യനും കൂടി ഇനിയില് 3 കൂടി ഇനിയില് ജിക്കുള്ളൂ. ഒന്ന്, നാരുവിള അല്ലാത്തത് ഏത് എന്നാ ചോദിക്കുന്നത്. റബ്ബർ, പരുത്തി, ചണം, ഹെമ്പ്. ഏതാണ് നാരുവിള അല്ലാത്തത്? റബ്ബർ. അതുപോലെ ഒരു നിർദ്ദിഷ്ട ഇനത്തിലെ ഓരോ അംഗവും മരണമടയാണ്. ആ പ്രക്രിയക്ക് എന്ത് പേരിട്ടാ വിളിക്കണം? വിനാശം എന്നാണോ, വിപ്ലവം എന്നാണോ, പരിണാമം എന്നാണോ, വംശനാശം എന്നാണോ? എന്ത് പേരിട്ട് വിളിക്കും? വംശനാശം എന്ന് പേരിട്ട് വിളിക്കും. കേട്ടിട്ടുണ്ടാവും അല്ലെ? അടുത്തത് നോക്കാം. നീല വിപ്ലവം ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്ന എന്തിനോട്? ജലസംരക്ഷണം, ജലവിതരണം, ജലമലിനീകരണം, മത്സ്യ ഉൽപാദനം. ഏതാണ്? മത്സ്യ ഉൽപാദനം. അടുത്ത, ഭാരതത്തിലെ വോട്ടവകാശ അർഹതയ്ക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര? എത്ര പ്രായമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റും? എത്ര പ്രായമുള്ളവർക്കാണ്? നമുക്കറിയാലോ, 18 വയസ്സുള്ളവർക്കാണ്. അപ്പൊ ഇത്രയും അധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോ ഒന്ന് വായിച്ചത് അല്ലെ. വളരെ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ അത് എന്താ പറയാ, അതിൽ നിന്ന് നമുക്ക് ഏൻഷ്യൻ ഇന്ത്യ, അതുപോലെ മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഇന്ത്യൻ എന്താ പറയുന്നത്, ജോഗ്രഫി, അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം, ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട കാര്യം, കുറച്ച് കറണ്ട് അഫയേഴ്സ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ
ഓർഗനൈസേഷൻസ് ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. പ്ലസ് 30 സയൻസ് ഉണ്ട്, 30 മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് മുന്നോട്ട് പോണേന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രീതി അതാണ്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇതുപോലെ വിശകലനം ചെയ്യാം. പക്ഷെ അതിനൊപ്പം തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് എന്താണ് ഓരോ ടോപ്പിക് പഠിക്കും കൂടി വേണം. അപ്പൊ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് ക്ലാസ് വേണോ? ക്ലാസ് വേണമെങ്കിൽ തന്നെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് താല്പര്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലാസ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ പറയുക. അപ്പോഴാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളാണ് ആവശ്യക്കാർ, നിങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ. ടോപ്പിക്കായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഈ സിലബസുമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസം ഞാൻ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ് ഇടാം. പക്ഷെ ആ ക്ലാസ് നിങ്ങൾ ഭംഗിയായിട്ട് കണ്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്കാണ് ചൂട് വേണ്ടത്. അപ്പൊ നിങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടീച്ചറെ ഈ പോർഷൻ തരണം, അല്ലെങ്കിൽ അത് തരണം, ഇങ്ങനെ എടുക്കണം എന്നൊക്കെ നിങ്ങൾ പറയണം. അപ്പൊ ഭംഗിയായിട്ട് നിങ്ങൾ അങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് ജോലി പഠിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ജോലി നേടാൻ സാധിക്കട്ടെ. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.